മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 3 years ഒക്കെ ആയിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോ എന്നൊരു മേക്കപ്പ് കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചീപ്പസ്റ്റ് പ്രൈസിന് വാങ്ങിയ മേക്കപ്പ് കിറ്റാണ്. ഞാനത് വാങ്ങുമ്പോൾ ഓൾമോസ്റ്റ് 316 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ഇത് ഡെയിലി യൂസിനൊട്ടും ഞാൻ നിങ്ങളോട് പറയത്തില്ല ഇത് ഡെയിലി യൂസ് ചെയ്യാൻ. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് യൂസ് ആക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അതിന് നിങ്ങളെ ട്രൈ ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ ഈ ഒരു മേക്കപ്പ് ബോക്സിൽ വരുന്നത്, ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്തായിരുന്നു നേരത്തെ തന്നെ വന്നപ്പോൾ തന്നെ ഒന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലുള്ളത് ഒരു ന്യൂഡിൻ്റെ ഐഷാഡോ പാലറ്റാണ്. ന്യൂഡിൻ്റെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. ബ്രഷിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 5 ബ്രഷ് ഉണ്ട് ഇതിൽ. പിന്നെ കോണ്ടൂർ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. കോണ്ടൂർ സ്റ്റിക്കിൽ 2 ഷെയ്ഡ് ഉണ്ട്. ഇതുണ്ടോ, കോണ്ടൂർ സ്റ്റിക്ക് ഉണ്ട്. അങ്ങനെ മേക്കപ്പ് പഞ്ചറുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട്. 4 ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് ഉണ്ട്. പിന്നെ വന്നിരിക്കുന്ന 2 ഐലാഷ് ഉണ്ട് കേട്ടോ. 2 കണ്ണിലും വയ്ക്കാനുള്ള ഐലാഷ് ഉണ്ട്. പിന്നെ വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. പിന്നെ അടുത്ത വന്നിരിക്കുന്നത് 3 in 1 ആണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മസ്കാര ഉണ്ട്, ഐലൈനർ ഉണ്ട്, പിന്നെ നമ്മുടെ ഐബ്രോ പെൻസിലുണ്ട്. അത് 3 എണ്ണമാണ്. ഇത് 3 in 1 എന്ന് ഇതിലേറ്റിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫൗണ്ടേഷൻ ഉണ്ട്. NC25ൻ്റെ ബേസ് ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ ഫേസ് പ്രൈമർ ഉണ്ട് കേട്ടോ. പ്രൈമറാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രൈമറിൽ നമുക്ക് തുടങ്ങാം. പിന്നെ എന്നിട്ട് ലൂസ് പൗഡർ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് വീണ്ടും ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. ഇത് 2 ഫൗണ്ടേഷൻ കൂടി മിക്സ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം കലാപരിപാടി. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ എക്സ്ട്രാ വേറൊരു കണ്ണാടിയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കൃത്യം ഒന്ന് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഞാൻ ഡെയിലി യൂസിന് നിങ്ങളോട് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഡെയിലി യൂസിന് നമുക്ക് ചീപ്പസ്റ്റ് പ്രൈസിന് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് അത്ര ബ്രാൻഡിങ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ മീഷോ എന്ന ചീപ്പസ്റ്റ് പ്രൈസിന് വാങ്ങുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമർ എടുത്തിട്ടുണ്ട്. കണ്ടോ, പ്രൈമർ എടുത്തിട്ടുണ്ട്. പിന്നെ അനങ്ങുന്നില്ല കുറച്ച് അപ്പം തന്നെ ഇത് പോയെന്ന് തോന്നുന്നു. ഓക്കെ, പ്രൈമർ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. പ്രൈമർ വാട്ടറി ടച്ച് കുറച്ച് കൂടുതലുണ്ട്. ഇത് കണ്ടോ, ഇടുമ്പോൾ തന്നെ പോകുന്നു. ആ ജെല്ലി ടച്ച് അത്ര അങ്ങ് വന്നിട്ടില്ല. ഓക്കെ, പ്രൈമർ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഇടാം. ഇടുവാണ് ഞാൻ. എനിക്ക് ഫൗണ്ടേഷൻ വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യം ഒരു ചന്ദനത്തിൻ്റെ കളറായിട്ടാണ് എനിക്ക് ഫൗണ്ടേഷൻ തോന്നുന്നത്. ഇത് കറക്റ്റ് എനിക്ക് ചന്ദനത്തിൻ്റെ പോലെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ടൊരു സോപ്പിൻ്റെ സ്മെല്ലാട്ടോ ഇതിന്. ഓക്കെ, അപ്പോൾ എനിക്ക് ശരിക്കും മേക്കപ്പ് ഒന്നും അധികം ചെയ്യാൻ അറിയത്തില്ല. ഞാനിത് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഇത് കാണുവാണെങ്കിൽ ഒന്ന് എന്നോട് വല്ല പൊട്ടത്തരമാണ് കാണിക്കുന്നതെങ്കിൽ ലഭിക്കുക ഞാനപ്പോൾ. പക്ഷെ ഇത് ഇട്ട് വന്നപ്പോൾ ആക്ച്വലി ഇത് നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് സെറ്റായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അത്ര ഭയങ്കര പുട്ടിയടിച്ചൊരു ഫോമിലൊന്നും അല്ലാതെ കളർ അങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ആക്ച്വലി.
ഓക്കെ, ഇനി ഞാൻ അടുത്ത ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. ഇത് ഇപ്പം ഞാൻ ആക്ച്വലി നമുക്കിതിൽ കൺസീലർ വന്നിട്ടില്ല. കൺസീലർ വരാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫൗണ്ടേഷൻ കുറച്ച് കൺസീലർ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കൺസീലർ ആയിട്ടും ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ബേസ് ഫൗണ്ടേഷൻ, ഇത് ഫേസ് ഫൗണ്ടേഷൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൺസീലർ ആയിട്ട് ചെയ്യാം. ഞാൻ ഈ ബ്രഷ് ഒന്ന് എടുത്ത് ചെയ്ത് നോക്കാണ്. എനിക്ക് ബ്രഷ് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് എനിക്കൊന്നും ഹെയർ എക്സ്റ്റൻഷൻ ഹെയർ ഇല്ല, അതിൻ്റെ പകുതി എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ ഇരിക്കുന്നു, സ്മെല്ലൊരു കരിഞ്ഞൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. നമ്മളെ ഹെയറൊക്കെ കരിയില്ല, ആ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം ഞാനത് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടൂർ ചെയ്യാൻ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് കോണ്ടൂർ ശരിക്കിടാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തൊരു രീതിയിൽ ഞാൻ ഇടുവാണ്. അപ്പോൾ ഞാൻ ചെയ്യട്ടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഐഷാഡോ പാലറ്റ് ഇതിലായാലും ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്രഷ് വെച്ചിട്ടോ, ബ്രഷ് വെച്ച് ഞാൻ ഐബ്രോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഐഷാഡോ പാലറ്റ് എടുക്കണം. ഇതെനിക്ക് നല്ല ഗുഡായിട്ട് തോന്നി കേട്ടോ. ഐഷാഡോ പാലറ്റ് എനിക്ക് നന്നായിട്ട് തോന്നി. ഇത് വേണ്ട, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഇടുവാണ്. അപ്പം ഞാൻ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇനി ഈ ഒരു ഇതുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് അടുത്തത് ഐലൈനർ ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ഇതിൽ മസ്കാരയും ഐലൈനറും പിന്നെ ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് മൂന്നും നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാം. ഇതൊക്കെ ഈ ഐലൈനറൊക്കെ ഞാൻ ഒരിക്കലും ഡെയിലി യൂസിന് സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ഡാസ്ലറിൻ്റെയോ ഇതൊക്കെ ആയിരിക്കും കൂടുതലും ബെറ്റർ. കാരണം ഇത് ആക്ച്വലി ഞാൻ ഡെയിലി യൂസിന് ഒരിക്കലും പറയത്തില്ല. അപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുക. ഐലൈനർ എഴുതുമ്പോൾ നമ്മളെപ്പോഴും കണ്ണാടി നോക്കി എഴുതും, ക്യാമറ നോക്കി എഴുതിയാൽ തെറ്റിപ്പോകും. ഗേസ്, ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഐലൈനർ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ബട്ട് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് വന്നിട്ട് ഒരുമാതിരിയായിട്ട് തോന്നി കേട്ടോ. ഓക്കെ, അടുത്ത ഞാൻ മസ്കാര ഇട്ടു. ഞാൻ അപ്പം കണ്ണാടി ചെയ്യുന്ന വെച്ചാൽ എനിക്ക് അതേ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആണ് കണ്ണാടി വെച്ചത്. നമ്മൾ മസ്കാര അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വേണം ചെയ്യും. ഓക്കെ, ആ മസ്കാര എഴുതുന്ന കാര്യത്തിൽ മാത്രം എനിക്ക് കുറച്ച് ഇതുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഐബ്രോ അങ്ങനെ എനിക്ക് ഡാർക്ക് ഐബ്രോ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യാറില്ല. അപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഐബ്രോ പെൻസിൽ എനിക്ക് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ പോലെയാണ് തോന്നിയത്. കുഴപ്പമില്ല. ഞാൻ പിന്നെ ഈ മസ്കാരയും പിന്നെ ഐലൈനറും ഡെയിലി യൂസിന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾ നല്ല അത്യാവശ്യം കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ വാങ്ങുകയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ഇനി നമുക്ക് കോണ്ടൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ലോസ് പൗഡറും കൂടി ഉണ്ട്. അപ്പോൾ ലോസ് പൗഡർ ഇട്ടിട്ടായി നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് നമുക്ക് നോക്കാം ഫൈനൽ ലുക്ക്. ഓക്കെ, ഇതിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഇത് ഭയങ്കര കുറച്ച് കട്ടി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുള്ളത് തിന്നാണ്. ഓക്കെ, ഇതും ഞാൻ കണ്ണാടി തന്നെ നോക്കിയാണ്. ആക്ച്വലി ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ സ്മെല്ല് ഒരുമാതിരിയാണ്. നമ്മളിപ്പോൾ ഈ കുഞ്ഞിലെ ഡാൻസിനൊക്കെ ഒരുക്കുമ്പോൾ എടുക്കുന്ന സംഭവങ്ങളുടെയൊക്കെ സ്മെല്ല് എനിക്ക് തോന്നി ആനുവൽ ഡേക്കൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഓക്കെ, കോമ്പാക്ട് പൗഡർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സംഭവം എന്ത് ചെയ്യണം. ഓക്കെ, ഇവിടെ പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഐ ഷാഡോ അതിനകത്ത് എടുത്തിട്ട് ആ ഒരു ഇത് നമുക്കൊരു ഗ്ലോ അല്ലെങ്കിൽ ഗ്ലേസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം നമ്മുടെ മൂക്കിലും ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഡാൻസിലറിൻ്റെ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഇത് ചെയ്യാണ്. ഓക്കെ, ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമുക്ക് 4 എണ്ണം ഉണ്ട്. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഒരിക്കലും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം എന്ന് പറയത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക്ക് അത്ര ഗുഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നല്ലൊരു ലിപ്സ്റ്റിക്ക് വാങ്ങുന്നതായിരിക്കും ഡെയിലി യൂസിനൊക്കെ നല്ല. ഈ ലിപ്സ്റ്റിക്കൊന്നും ചുണ്ട് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു കളറൊക്കെ പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് 1 യൂസിന് ഇത് ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് എന്തോ ഇത് ഒരുമാതിരിയായിട്ട് തോന്നി. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു റെഡ് കളറാണ് കേട്ടോ എടുത്തത്. ഞാൻ എല്ലാ ഷെയ്ഡും ഒന്ന് കാണിച്ചു തരാം. 4 ഷെയ്ഡ്സ് ആണുള്ളത്. ഞാൻ ഇതിൽ ഫസ്റ്റത്തെ ഇപ്പം ഇടാം. ഓക്കെ, ഈ ഒരു റെഡ് ഇടാൻ പോണേ. ഇതൊന്നും ഞാൻ ഒരിക്കലും ഡെയിലി യൂസിന് വീണ്ടും ഞാൻ പറയാം, ഇതൊന്നും ഞാൻ ഡെയിലി യൂസിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. സ്മെല്ല് തന്നെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നേരം നിൽക്കും, പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് ഇത് ഡെയിലി യൂസ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. വീണ്ടും ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടോ എല്ലാം ഞാൻ ചെയ്തു. എനിക്ക് ആക്ച്വലി ഇത് നന്നായിട്ട് തോന്നുന്നു. ഫൗണ്ടേഷനൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ ഇനി സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോവാണ്. ഓക്കെ, സെറ്റിംഗ് സ്പ്രേയിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ എന്തുകൊണ്ടെന്ന് ഇതിൽ പറഞ്ഞതേ അലോവേരയും വിറ്റാമിൻ ഇ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഓക്കെ, നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ചീപ്പ് ബഡ്ജറ്റിനായിട്ട് വാങ്ങിയ മീഷോയിലെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ആക്ച്വലി എല്ലാം ഒരു ഫങ്ഷൻ അല്ല പ്രോഗ്രാമിനൊക്കെ ഇത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഡെയിലി യൂസിനും മറ്റും
ഇത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ് ആവുന്നത്. ഓക്കെ, ഇതെനിക്ക് ആക്ച്വലി നന്നായിട്ട് തോന്നി. ഐ ഷാഡോ ഒക്കെ ആണെങ്കിലും എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. മീഷോയിൽ നിന്ന് വാങ്ങുന്ന ചീപ്പ് ബഡ്ജറ്റിനുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ഇനിയും ഓരോന്ന് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ.